ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നല്ലോ അല്ലെ? ഇന്നത്തെ ഈ ഒരു വീഡിയോ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം, ജീവിതത്തിൽ ഇങ്ങനെ പോയാൽ പോരാ, എനിക്കൊരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് അപമാനം നേരിട്ടിട്ടുള്ളവരാണ് എങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും ഒടുവിൽ കറിവേപ്പിലയായി തീർന്നിട്ടുള്ള ആളുകൾ, അപ്പോൾ പലരിൽ നിന്നും തേപ്പ് കിട്ടിയിട്ടും അല്ലെങ്കിൽ ചതി, വഞ്ചന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപമാനം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ ജീവിച്ചു, പക്ഷെ ആർക്കു വേണ്ടിയും ഒന്നും ഇന്നേ വരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഈവൻ നമുക്ക് വേണ്ടി പോലും. അങ്ങനെയൊക്കെ കുറ്റബോധത്താലുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങളും അല്ലെങ്കിൽ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ കുറേ വീഡിയോസ് അതേക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഹൗ ടു ചേഞ്ച് യുവർ ലൈഫ്. 5 ദിവസങ്ങൾ കൊണ്ട്, 7 ദിവസങ്ങൾ കൊണ്ട്, 30 ദിവസങ്ങൾ കൊണ്ടൊക്കെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റപ്പെടുത്താൻ കഴിയുക എന്നുള്ളത്. ഞാൻ അത്രയും വലിയ കാര്യങ്ങൾ ഒന്നുമല്ല, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, സാധാരണക്കാരിൽ ഒരാളായിട്ട്, ഒരു കോമൺ മാന് പോലും മനസ്സിലാകത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങളാണ്. അതിലൊരു 5 കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആദ്യം തന്നെ നമുക്ക് എപ്പോഴാണ് സ്വയം മാറണം എന്ന് തോന്നുക? നമ്മൾ ഒറ്റപ്പെടുമ്പോൾ അല്ലെ? അതായത് ഒരു സൈലൻസ് ഫീൽ ചെയ്യുന്നിടത്തു നിന്നാണ് ഓരോ മാറ്റങ്ങളുടെയും തുടക്കം. ഈ സൈലൻസ് ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ നിലവിലുള്ള സിറ്റുവേഷനിൽ ഹാപ്പിയാണ്, വളരെ എനർജറ്റിക് ആണെങ്കിൽ ഒരിക്കലും നമ്മൾ നമ്മളിലേക്ക് നോക്കില്ല. ചുറ്റുപാടുമുള്ള ആളുകള് മറ്റുള്ളവരെ എങ്ങനെ സന്തോഷിപ്പിക്കാം, അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഓടിപ്പാഞ്ഞ് നടക്കും. ഒടുവിൽ ലാസ്റ്റ് നമ്മൾ ഒന്നും അല്ല എന്ന് തിരിച്ചറിയപ്പെടുന്ന ഒരു നിമിഷം, ഒന്ന് മനസ്സ് ഡൗൺ ആകുന്ന ഒരു സമയത്ത് ഒരു നിശബ്ദത ഫീൽ ചെയ്യും, ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. ഈ ടൈമിലാണ് നമ്മുടെ മനസ്സ് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുക. ശരിക്കും 24 മണിക്കൂറും നമ്മളോടൊപ്പം നടക്കുന്ന, നമ്മളോട് സംസാരിക്കുന്ന ഒരാളാണ് നമ്മുടെയൊക്കെ മനസ്സ്. പക്ഷെ അതൊന്നും കേൾക്കാൻ നമുക്ക് അന്ന് ടൈം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്കൊരു സമയമുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. സ്വസ്ഥമായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആ ഒരു ടൈമിൽ ആ നിശബ്ദത നിങ്ങളെ വേട്ടയാടുകയല്ല, നിശബ്ദത നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സ് പറയുന്ന കേൾക്കുക. നിങ്ങൾ ആരാണ് ശരിക്കും? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? എന്താണ് നിങ്ങൾക്കുള്ള സന്തോഷം? ജീവിതം എന്ന് പറയുന്നത് പോരാടാനുള്ളതാണ്, ആർക്കു വേണ്ടിയും തോറ്റുകൊടുക്കാനുള്ളതൊന്നും അല്ല. അപ്പൊ എല്ലാവർക്കും ലൈഫ് എന്ന് പറയുന്നതിൽ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ സെൽഫ് അക്സെപ്റ്റൻസ് ആൻഡ് ലെറ്റ് ഗോ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് കഴിഞ്ഞത് കഴിഞ്ഞു. യു കനോട്ട് ചേഞ്ച് വാട്ട് ഹാപ്പൻഡ്. വരാൻ പോകുന്ന കാര്യങ്ങളെ മാത്രമേ നമുക്ക് മാറ്റപ്പെടുത്താൻ പറ്റുള്ളൂ അല്ലെ? കഴിഞ്ഞു പോയത് പോയി. അപ്പൊ അതിനെ റിലീസ് ചെയ്യുക. നമ്മൾ എന്തിനാ അതിനെ മനസ്സിലിട്ട് കൊണ്ട് നടക്കുന്നത്? കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പൊ ഇനി മുമ്പോട്ടുള്ള ഒരു ലൈഫ് എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സ്റ്റേജാണ് ഏറ്റവും ആദ്യം. ഇവിടെ നമ്മൾ കൂളായിട്ട് ഇരുന്നുകൊണ്ട് നമ്മുടെ മനസ്സിനോട് സംസാരിച്ചുകൊണ്ട് നമ്മളൊരു സെൽഫ് അക്സെപ്റ്റൻസ് ആൻഡ് സെൽഫ് ഫോർഗീവ്നെസ് ചെയ്യുക. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, അതിനോടൊക്കെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇനിയുള്ള ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ആദ്യത്തേത്. ഓർക്കുക, ഇവിടെ ഒരിക്കലും കഴിഞ്ഞ കാലഘട്ടം നിങ്ങളെ വേട്ടയാടാൻ പാടില്ല. ഇനി നെക്സ്റ്റ് മൊമെന്റ് തുടങ്ങി, അതായിരിക്കണം അവിടെ ചെയ്യേണ്ടത്. അപ്പൊ കഴിഞ്ഞതെല്ലാം നിങ്ങൾ റിലീസ് ചെയ്തുകൊണ്ടുള്ള പുതിയൊരു ലൈഫിന് തുടക്കം കുറിക്കുന്ന, നിങ്ങൾ ഇനി എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഡിസൈൻ ചെയ്യുന്ന ഘട്ടമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ചേഞ്ച് യുവർ ഹാബിറ്റ്. ബാഡ് ഹാബിറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ്ലി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നല്ല നല്ല ഹാബിറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. നല്ല ശീലങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മളെ പ്രോഗ്രസ്സിലേക്ക് നയിക്കുന്ന, നമ്മളെ കൂടുതൽ എനർജറ്റിക് ആക്കുന്ന ചില ശീലങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യം തന്നെ എന്ന് പറയുന്നത് സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് തന്നെയാണ്. ഗുഡ് സ്ലീപ്പ് എന്ന് പറയും. എന്താണ് ഈ ഗുഡ് സ്ലീപ്പ് എന്ന് പറയുന്നത്? ശരിക്കും 7-8 മണിക്കൂർ ഉറങ്ങുന്നത് മാത്രമല്ല ഗുഡ് സ്ലീപ്പ്. നിങ്ങൾക്കൊരു ഗാഢനിദ്ര എന്നൊക്കെ പറയില്ല, ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ, ചിലപ്പോൾ 4 മണിക്കൂറായിരിക്കാം, 5 മണിക്കൂറായിരിക്കാം നിങ്ങൾ ഉറങ്ങുന്ന സമയം. 8 മണിക്കൂർ ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മയക്കം പോലെയൊക്കെയാണ് എങ്കിൽ
അതിനകത്തും അതിനേക്കാൾ നല്ലതായിട്ട് പഠനങ്ങൾ പറയുന്നത് ഒരു ഡീപ്പ് സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും അത് പുനഃക്രമീകരിക്കാനായിട്ട്, നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ പുനഃക്രമീകരിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പൊ അതിനെ സഹായിക്കുന്നതാണ് കേട്ടോ എക്സസൈസ്. വലിയ കാര്യമായിട്ടുള്ളൊന്നും അല്ലെങ്കിലും ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 10,000 ചുവടെങ്കിലും നിങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അത് എതിലേ ആയിരുന്നാലും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഈറ്റ് വെൽ എന്ന് പറയാൻ ഒരുപാട് വാരി വലിച്ച് കഴിക്കുക എന്നുള്ളതൊന്നുമല്ല. ചില ആളുകളുണ്ട് ടെൻഷൻ, മനസ്സൊക്കെ ഡൗൺ ആകുമ്പോൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നവര്, ചിലര് ഭക്ഷണമേ കഴിക്കാത്തവര്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എപ്പോഴും അതിനകത്ത് ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്ലി, ബോധപൂർവം നമ്മുടെ ശരീരത്തിന് വേണ്ടത്, നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും വേണ്ടത് എന്താണോ അതൊരു ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാവിന്റെ രുചിയും അല്ലെങ്കിൽ ടേസ്റ്റ് ഒക്കെ നോക്കിക്കൊണ്ട് മാത്രം നമ്മൾ ഫുഡ് കഴിക്കാതെ, ഇപ്പോൾ ഉള്ള യങ്ങർ ജനറേഷൻ മുഴുവൻ ഈ മന്തിയുടെ പിന്നാലെയൊക്കെ പായുന്നത് അതുകൊണ്ട് തന്നെയാണ്. നാവിന്റെ ഒരു രുചി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഓർക്കുക, ഈ കഴിക്കുന്നത് നമ്മൾ ഓരോ ഫുഡ് കഴിക്കുമ്പോഴും അത് ചവച്ചരച്ച് കഴിക്കുക, ആസ്വദിച്ച് കഴിക്കുക എന്ന് പറയും. അപ്പൊ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക, ഈ കഴിക്കുന്ന ഭക്ഷണം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ മനസ്സിന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നുണ്ടോ, അതറിഞ്ഞ് മിതമായ അളവിൽ മാത്രം ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക. അതുപോലെ എക്സസൈസിന്റെ കാര്യം പറഞ്ഞു, ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന, നന്ദി, എപ്പോഴും നന്ദി ഭാവമുള്ളവരായിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്കായാലും താങ്ക് യു. ഭക്ഷണം കിട്ടുമ്പോഴാണെങ്കിലും വെള്ളം കുടിക്കുമ്പോഴാണെങ്കിലും, ഒരാൾ ഒരു താഴേന്ന് നിങ്ങൾക്ക് ഒരു സാധനം, അതായത് നിങ്ങളുടെ ഒരു പേന താഴ്ചടി പോയത് എടുത്തു തരുമ്പോൾ നമ്മൾ താങ്ക്സ് പറയൂ അല്ലെ. ഇതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദിയുള്ളവരായി തീരുക എന്നുള്ളത്. അതുപോലെ മെഡിറ്റേഷൻ, അതായത് മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാൻ സാധിക്കും, പ്രസന്റിൽ ജീവിക്കാൻ സാധിക്കും. നമ്മൾ എപ്പോഴും വ്യാകുലപ്പെടുന്നത് കഴിഞ്ഞതിനെ കുറിച്ചും വരാൻ പോകുന്നതിനെ കുറിച്ചും ഒക്കെ ആലോചിച്ചിട്ടാണ്. അത് രണ്ടും വേണ്ട. കാരണം ഈ നിമിഷമേ നമ്മുടെ കയ്യിലുള്ളൂ. അടുത്ത നിമിഷം എന്താന്ന് നമുക്കറിയോ? നമ്മളുണ്ടോ ഇല്ലയോ എന്നറിയോ? ഇല്ല. അപ്പൊ പ്രസന്റിൽ ജീവിക്കുക, ജീവിക്കുന്ന ഓരോ നിമിഷവും ആ നിമിഷം ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ വേറൊന്നിനെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് ചിന്ത വരില്ല. അതൊക്കെ നമ്മുടെ ഹാബിറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ മറ്റൊരു കാര്യം പറയാം, നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പൊ നമ്മുടെ വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ 600, 700, 1000, ചിലർക്ക് 10K ഒക്കെ എന്താണ് കോണ്ടാക്ട് ലിസ്റ്റിൽ ആളുകൾ ഉണ്ടാവും അല്ലെ, ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഉണ്ടാവും. പക്ഷെ ഇവരൊന്നും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ മിങ്കിൾ ചെയ്യുന്ന ആളുകളായിരിക്കില്ല. ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന, നിങ്ങൾ കൂടെ നടക്കുന്നതായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് നിങ്ങൾ എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ 600, 700 ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ വിരലിൽ എണ്ണാൻ പറ്റുന്ന ആളുകളെ ഉണ്ടാവുള്ളൂ, ഡെയിലി നമ്മൾ മിണ്ടുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഓരോരുത്തരുടെ പേര് എഴുതിയിട്ട് ഇതിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന, നിങ്ങളെ ഒരു പ്രോഗ്രസ്സിലേക്ക് നയിക്കുന്ന ആളുകളെ മാത്രം നിലനിർത്തുക. ബാക്കിയുള്ളവരെ, അതായത് നെഗറ്റീവ് പീപ്പിളിനെ റിമൂവ് ചെയ്യാതെ ഒരിക്കലും നമ്മുടെ ലൈഫിൽ നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ എത്ര മാറണമെന്ന് വിചാരിച്ചാലും ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾ എന്താണോ അവര് തീർച്ചയായിട്ടും നമ്മളെ പുറകോട്ട് വലിക്കുന്ന ആളുകളാണെങ്കിൽ, ഓക്കെ, നിങ്ങളെ ഒരു പുരോഗതിയിലേക്ക് പോവാതെ ഇതൊന്നും ശരിയാവില്ല, ഇതൊന്നും നടപ്പിലാവുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ പുറകിലേക്ക് വലിക്കുകയോ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു കളിപ്പാവയായിട്ട് മാത്രം നിങ്ങളെ കൊണ്ട് നടക്കുകയോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഫസ്റ്റ്ലി നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ പേര് വെട്ടുക. നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ, അതാരായിരുന്നാലും, ഈവൻ ഹസ്ബൻഡ് വൈഫ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആകാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ആര് തന്നെ ആയിരുന്നാലും നിങ്ങൾക്കൊരു ഗുണവും ഇല്ലാത്തതെന്ന് മാത്രമല്ല, നിങ്ങളെ ദോഷത്തിലേക്ക് നയിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതാര് തന്നെ ആയിരുന്നാലും, നിങ്ങളെ മെന്റലി ഓർ ഫിസിക്കലി ഏത് രീതിയിലാണെങ്കിലും നിങ്ങളുടെ ഒരു വളർച്ചയ്ക്കല്ല, നിങ്ങളുടെ ഒരു തളർച്ചയ്ക്കാണ് അത് കാരണമാകുന്നത്. അതാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എങ്കിൽ അവരെ റിമൂവ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ ശീലങ്ങളിൽ വരും. എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിതം കൊണ്ടുപോവുക. ഇത് വളരെ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും മാത്രമല്ല ജീവിതത്തിന്റെ ഒരു പുരോഗതിക്കും അത് കാരണമായി തീരും എന്നുള്ളതാണ്. ഇത്രയുമൊക്കെയാണ് ശീലങ്ങളിൽ വരുത്തേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ബുക്കുകൾ വായിക്കുന്നത് വളരെ നല്ലതാണ്. റീഡിങ് ഹാബിറ്റ് ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് പുതിയ പുതിയ ഹാബിറ്റുകൾ ഇവിടെ കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ 24 മണിക്കൂറിൽ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ, ഞാൻ ടൈം മാനേജ്മെന്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, 8 മണിക്കൂർ, ഒരു 7-8 മണിക്കൂർ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഒരു 16 മണിക്കൂർ എന്ന് പറയുന്നതിനെ നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ ആ ടൈം വിനിയോഗിച്ച് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ പ്രോഗ്രസ്സിലേക്ക് തന്നെ പോയിരിക്കും.
മൂന്നാമത്തെ കാര്യമാണ് ചേഞ്ച് യുവർ സറൗണ്ടിങ്സ്. നമ്മുടെ ശീലങ്ങൾ മാറ്റുന്ന പോലെ തന്നെയാണ് ചുറ്റുപാടുകളും മാറ്റം വരുത്തണം. സഹകരണ പ്രസ്ഥാനങ്ങളുടെ പിതാവായിട്ടുള്ള റോബർട്ട് ഓവനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അദ്ദേഹവും ഇതുപോലെ തന്നെയാണ്. സാഹചര്യങ്ങളുടെ സിദ്ധാന്തമൊക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം, ഒരു വ്യക്തിയെ നല്ലതോ ചീത്തയാക്കുന്നത് ജന്മനാ നമുക്ക് ആരെയും നല്ലതോ ചീത്ത എന്ന് പറയാൻ പറ്റില്ല. സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുകൾ, അവർ ജീവിക്കുന്ന ആ ഒരിടം. അതുകൊണ്ടൊക്കെയല്ല ചില ആളുകൾ പറയില്ല, ഇവിടെ കൂട്ടുകെട്ട് കൂടിയിട്ട് ആകെ മോശമായിട്ടുള്ള ഒരാളായിരുന്നു, ഗൾഫിലേക്ക് വിട്ടു, ഇനി ആളുടെ കൂടെ അവിടെ വിട്ടു, അവിടെ ഒരു ജോലിക്ക് കയറി, ഇപ്പൊ എത്ര നല്ല രീതിയിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. ആ ചുറ്റുപാടൊന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക്, ആ സറൗണ്ടിങ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരിൽ മാറ്റം വന്നു. അപ്പൊ നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള സറൗണ്ടിങ്സ് എല്ലാം മാറ്റുക. ചിലപ്പോൾ നമ്മുടെ ഫിസിക്കൽ ലൊക്കേഷൻ ആയിരിക്കും, നമ്മൾ ആ സ്ഥലത്ത് നിന്നൊന്ന് ചേഞ്ച് ചെയ്യേണ്ടത് ചില സാഹചര്യങ്ങളിൽ അനിവാര്യമായിരിക്കും. മാറുക, അല്ലാതെ അവിടെ തന്നെ കടിച്ചു തൂങ്ങി കിടക്കണം എന്നൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ പുരോഗതി വേണമെങ്കിൽ ചില സ്ഥലങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കേണ്ടവരാണെങ്കിൽ മാറി സഞ്ചരിക്കുക. ഈവൻ നമ്മളുള്ള വീട്ടിലാണെങ്കിൽ തന്നെ നമുക്ക് പല മാറ്റങ്ങൾ വരുത്താം, അല്ലെ? പഴയൊരു വീട് കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കർട്ടൻ അല്ലെങ്കിൽ ഫർണിച്ചറുകള് അല്ലെങ്കിൽ നമ്മുടെ ബെഡിന്റെയും അതിന്റെയൊക്കെ സ്ഥാനങ്ങള്, റൂമിലൊക്കെ അങ്ങനെയുള്ള അറേഞ്ച്മെന്റ് നമ്മൾ വരുത്തും, അല്ലെ? അങ്ങനെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റീ അറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്കൊരു പോസിറ്റിവിറ്റി നിറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ചുറ്റുപാടുകളെ മാറ്റപ്പെടുത്തൂ, നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും അതൊരു മാറ്റം വരുത്തുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സാഹചര്യങ്ങൾ മാറ്റി, ശീലങ്ങൾ മാറ്റി, നമ്മൾ ആരാണെന്നുള്ള സ്വയം തിരിച്ചറിവിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നു, അല്ലെ? നാലാമത്തെ കാര്യമാണ് മാറ്റങ്ങളെ എപ്പോഴും പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്യുക. നാലാമത്തെ കാര്യമാണ് ഒരിക്കലും മാറ്റങ്ങൾ വരുമ്പോൾ അതിനെ പഴിചാരരുത്, കുറ്റപ്പെടുത്തരുത്, അതിനെ റിഗ്രറ്റോട് കൂടി സമീപിക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോലി സ്ഥലം വിട്ട് മറ്റൊരു ജോലി സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. ആദ്യം ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ കൊളീഗ്സിന്റെ പെരുമാറ്റം കൊണ്ട് അവിടുത്തെ ജോലി നിങ്ങൾക്ക് മതിയാക്കി പുതിയൊരു സ്ഥലത്തേക്ക് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ നിങ്ങൾക്ക് വർക്ക് ലോഡ് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ. അപ്പൊ ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ പഴിക്കുകയല്ല ചെയ്യേണ്ടത്. എനിക്ക് ആദ്യമുള്ള സ്ഥലം മതിയായിരുന്നു, ഇവിടെ വന്നപ്പോൾ അതിങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാറ്റങ്ങൾ വരുമ്പോൾ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. കാരണം മാറ്റങ്ങൾ ഓരോ വ്യക്തിയെയും സ്ട്രോങ്ങർ ആക്കിക്കൊണ്ടിരിക്കും. നിങ്ങളെ അനുദിനം നിങ്ങളുടെ മെന്റൽ കേപ്പബിലിറ്റി, നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ജീവിതത്തിൽ എന്ത് സാഹചര്യം വന്നു കഴിഞ്ഞാലും അതിനെ അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി മാത്രം നമ്മൾ മാറ്റങ്ങളെ കാണുക, മാറ്റങ്ങൾ എപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അതായത് സെൽഫ് റിയലൈസേഷൻ ആണ് നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള സക്സസിന്റെ കീ എന്ന് എപ്പോഴും ഓർക്കുക. ഭാവിയിൽ വിജയം ആഗ്രഹിക്കുന്നവരാണോ, ഇടയ്ക്കൊക്കെ നമ്മൾ സെൽഫ് റിയലൈസ് ചെയ്യേണ്ടി വരും. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ നമ്മൾ ഏത് മെഷീൻ ആണെങ്കിലും, ഈവൻ മൊബൈൽ ഫോൺ ആണെങ്കിൽ പോലും നമ്മൾ കുറെ കഴിയുമ്പോൾ അത് മാറ്റും, അല്ലെ? അങ്ങനെ മാറ്റുമ്പോൾ നമ്മൾ അതെല്ലാം ഫോർമാറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാറുണ്ട് എന്ന് പറയുന്ന പോലെ അത് കമ്പ്യൂട്ടർ ആണെങ്കിലും നമ്മുടെ ശരീരം എന്ന് പറയുന്നതും ഒരു കമ്പ്യൂട്ടറായിട്ട് തന്നെ സങ്കല്പിക്കുക. അപ്പോ പഠനങ്ങൾ പറയുന്ന ഇതാണ്, എന്തിലും മാറ്റങ്ങൾ വരും. ഒരു മനുഷ്യനെ പോലും 30 വർഷം കൂടുമ്പോൾ അതിനെ പുനഃസൃഷ്ടിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന്റെയും പ്രവർത്തനങ്ങളെല്ലാം ഏകദേശം മന്ദഗതിയിലാകും. അപ്പൊ ഓരോ 30 വർഷം കൂടുമ്പോൾ നമ്മൾ ആ ചിന്താഗതികളെയും അതിന്റെ തരംഗങ്ങളെയും നമ്മൾ റീഅറേഞ്ച് ചെയ്യണം. ഓക്കെ, പുനഃക്രമീകരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ സൃഷ്ടാവെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. യൂണിവേഴ്സ്, പ്രപഞ്ചമാണ് നമ്മളെ സൃഷ്ടിച്ചതെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ സൃഷ്ടാവ്, നമ്മുടെ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളതിന്റെ കാര്യങ്ങളെല്ലാം രചിക്കുന്നത് നമ്മളുടെ മനസ്സിൽ തന്നെയാണ്. അപ്പൊ ഈ കാര്യങ്ങൾ ഓർക്കുക. അതാണ് നാലാമത് ചെയ്യേണ്ടത്. മാറ്റങ്ങളെ എപ്പോഴും പുഞ്ചിരിയോടുകൂടി സ്വാഗതം ചെയ്യുക. ഇത് നല്ലതിനാണ് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുക. ലാസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നതാണ് സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. നിങ്ങളുടെ ചെറിയ ചെറിയ വിജയങ്ങൾ പോലും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ലൈഫിൽ ഉണ്ടാകുമ്പോൾ അതിനെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക ഓരോ നിമിഷവും. അതുപോലെ ഒരു സെൽഫ് റിവാർഡ് കൊടുക്കുക. എത്ര പേരുണ്ട്, നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലമായിട്ട് അവർ നമുക്കൊരു സാലറി കാര്യങ്ങൾ തരും, അല്ലെ?
ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരാളെ ജോലിക്ക് കാര്യങ്ങൾ നിർത്തുകയാണെങ്കിൽ നമുക്ക് അവർക്ക് നമ്മൾ സാലറി കൊടുക്കും. നമ്മൾ ബർത്ത്ഡേ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വരുമ്പോൾ മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും. എത്ര ആളുകളുണ്ട് സ്വയം ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത്? നമ്മൾ നമുക്ക് തന്നെ എന്തെങ്കിലും വാങ്ങി കൊടുക്കുന്നത്, ഭക്ഷണമാകാം, വസ്ത്രമാകാം, ഇഷ്ടപ്പെട്ട കാര്യങ്ങളാകാം, യാത്രയാകാം, സോളോ ട്രിപ്പൊക്കെ നടത്തുന്ന എത്ര ആളുകളുണ്ട് അല്ലെ? നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പറയാ, ഇപ്പോൾ ഓരോ ഡേ മുഴുവൻ ഞാൻ പോസിറ്റീവായിട്ടിരുന്നാൽ, ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ പുഞ്ചിരിയോടുകൂടി ഇരിക്കുകയാണ് എങ്കിൽ ഇന്ന് വൈകിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് ഞാൻ വാങ്ങിച്ചു തരും. നമ്മൾ നമ്മളോട് തന്നെ പറയാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവ് എന്ന് പറയുന്നുണ്ട് അല്ലെ, ഒരു മനസ്സുണ്ട്. അപ്പൊ അതിനെ നമ്മൾ നോക്കണം, കെയർ ചെയ്യണം. അങ്ങനെ ഇഷ്ടപ്പെട്ടതെല്ലാം നമുക്കും വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് ഒരു സെൽഫ് റിവാർഡ് കൊടുത്തു വയ്ക്കുകയെ ഭയങ്കര ഒരു സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ഒരു സെൽഫ് മോട്ടിവേഷൻ, എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ലെവൽ, ഇതൊക്കെ ഉയരുന്നതായിട്ട് നമുക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വേണം. പ്രകൃതി പോലും മാറുന്നു അല്ലെ? അപ്പൊ പിന്നെ മനുഷ്യനാണോ മാറാത്തത്? അതുകൊണ്ട് എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ജീവിതത്തിൽ എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല നമ്മളും നമ്മുടെ കൂടെയുള്ള ആളുകളും. അതുകൊണ്ട് തന്നെ മാറ്റങ്ങളെ നല്ല രീതിയിൽ അത് സ്വാഗതം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിരുന്നു ഈ 5 കാര്യം. ഒന്നുമല്ല, ഏറ്റവും ആദ്യം നിങ്ങൾ ആരാണെന്നുള്ള സ്വയം തിരിച്ചറിവ്. 2, നമ്മുടെ ശീലങ്ങൾ മാറ്റുന്നത്. 3, നമ്മുടെ ചുറ്റുപാടുകളെ മാറ്റപ്പെടുത്തുന്നത്. നമുക്ക് മാറാനേ പറ്റുള്ളൂ. ചുറ്റുപാടുകളെ മാറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് മാറേണ്ടതാണെങ്കിൽ മാറുക തന്നെ ചെയ്യുക. 4, മാറ്റങ്ങളെ പുഞ്ചിരിയോടുകൂടി സ്വാഗതം ചെയ്യുന്നത്. 5, ജീവിതത്തിലെ ചെറിയ ചെറിയ നേട്ടങ്ങൾ പോലും എൻജോയ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്